D2Rന്റെ തന്നെ വേറൊരു കാര്യത്തിൽ നമ്മൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിച്ചിരുന്നത്, ചില വീഡിയോസിൽ ചില ക്ലയൻസ് പറഞ്ഞ എനിക്ക് വളരെയധികം സ്ട്രൈക്ക് ചെയ്തൊരു പോയിന്റ് എന്ന് വെച്ചാൽ, അവർ D2Rന്റെ 3D എങ്ങനെയാണോ നമുക്ക് കിട്ടുന്നത്, ഫൈനൽ പ്രൊഡക്റ്റ് ഓൾമോസ്റ്റ് ഒരു 80% ഒരു മാച്ച് ചെയ്യുന്ന പല ക്ലയൻസും പറഞ്ഞിരുന്നു. സത്യം പറഞ്ഞാൽ അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് ചെയ്തത്. കാരണം നമുക്ക് പല കമ്പനികളുടെ ഡിസൈൻ കാണുന്നുണ്ട്, പക്ഷെ ഞാൻ 1-2 വീടൊക്കെ അവർ പറഞ്ഞ ഒരു റിവ്യൂ എന്ന് വെച്ചാൽ, ഫൈനൽ പ്രൊഡക്റ്റ് ആകുമ്പോൾ ഈ കളറും കാര്യങ്ങളൊക്കെ അങ്ങ് മാറിപ്പോവും. ഈ 3Dയിൽ കുതിച്ച് നിൽക്കുന്നത് ഡയറക്റ്റ് ആകുമ്പോൾ കിട്ടുന്നില്ല. പക്ഷെ ആ ഒരു കാര്യത്തിൽ എന്താ പറയുന്നത്, വളരെയധികം നമുക്ക് സാറ്റിസ്ഫൈഡ് ആയിരുന്നു. കാരണം ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ ഹൗസ് വാമിങ് കഴിഞ്ഞിട്ട് ആ സമയത്ത് പലരും വന്നപ്പോൾ ഏറ്റവും അട്രാക്റ്റീവായിട്ട് പറഞ്ഞൊരു കാര്യം ഈ ഇൻറ്റീരിയർ ആയിരുന്നു. അപ്പോൾ അതിനകത്ത് അവർക്ക് ഞാൻ കാണിച്ചു കൊടുത്ത ഫോട്ടോസൊക്കെ, ഇതാണ് ഞങ്ങളുടെ ഡിസൈൻ, ഇതാണ് നമ്മളുടെ റിയൽ വന്നിരിക്കുന്നത്. അപ്പോൾ അവർ പറയുന്നത് വളരെ, അതായത് നമ്മൾ കാണുന്ന ഫോട്ടോയും ഫൈനൽ പ്രൊഡക്റ്റും തമ്മിലുള്ള ഡിഫറൻസ് വളരെ കുറവാണ്, ഓൾമോസ്റ്റ് മാച്ചിങ് ആയിട്ട് വരുന്നുണ്ട്.